എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരാണ്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. 100 കോടിയുടെ ഒരു ഉദ്ഘാടനം. പാവപ്പെട്ട പട്ടിണി പാവങ്ങളിൽ നിന്നും പിരിവിനത്തിൽ നികുതി ഇനത്തിൽ പിരിച്ചെടുത്ത 1 കോടി കണക്ക് ഇനിയിപ്പോൾ അതിലും കൂടും. ആ തുക കൊണ്ട് വാർഷിക മാമാങ്കം നടത്തുന്ന മന്ത്രിസഭയോട് ഞാൻ ഒന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എത്ര പട്ടിണിപ്പാവങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഒരു നേരത്തന്നെ ഭക്ഷണത്തിന് വഴിയില്ലാതെ അറിയുന്നത്? എത്ര പേരാണ് ആ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കേവലം അർഹിക്കുന്ന ആ വേതനത്തിനായി ഈ കാലാവസ്ഥ തരണം ചെയ്ത് അവിടെ സമരം ചെയ്തിരിക്കുന്നത്? അവരുടെ മുന്നിൽ നിങ്ങൾ പരിഹാസമായി സംസാരിക്കുന്നു. എത്ര മോശമായ ഭാഷകളാണ് ഈ നിങ്ങളുടെ കൂട്ടത്തിലുള്ള സഹാത്തികളും സംസാരിച്ചത്. നാണം കെട്ടവരാണ് നിങ്ങൾ. നിങ്ങൾക്കെന്ന് വെച്ചാൽ ഉളുപ്പെന്നുള്ള ലെവലേശം നിങ്ങളിൽ ആരും തന്നെ ഇല്ല. പൊതുജനങ്ങളോട് ഒന്ന് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇവർ പൊക്കിക്കെട്ടുന്ന ഹോർഡിങ്സ്, ആ പരസ്യ ബോർഡുകൾ ആരും വീക്ഷിക്കാതിരിക്കുക. അത് വീക്ഷിച്ചാൽ നിങ്ങളുടെ അന്നത്തെ ദിവസം പോക്കാണ്. അതുകൊണ്ട് ആ ബോർഡ് വയ്ക്കുന്ന റോഡിൽ യാത്ര ചെയ്യാതെ നിങ്ങൾ മറ്റേതെങ്കിലും റോഡിൽ കൂടി യാത്ര ചെയ്തു പോകുക. കാരണം ഈ പരസ്യ ബോർഡിനും കാണും 2 പോലീസുകാർ ഡ്യൂട്ടി. കാര്യം ബോർഡ് ആരെങ്കിലും നശിക്കുമെന്നറിയാൻ. കാരണം ഇവരുടെ അന്ത്യം അടുത്തിരിക്കുകയാണ്. അതായത് ഈ അണയുന്ന ദീപം ആളിക്കത്തും എന്ന് പറയാറുണ്ടല്ലോ. ആ ആളിക്കത്തലിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. സോ ദയവ് ചെയ്ത് എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, സാധിച്ചാൽ ഒരു ചായ പോലും ഇവരുടെ ഈ മാമ്പങ്കത്തിനുള്ള AC റൂമിൻ്റെ അകത്ത് പോയിരുന്നുള്ള ഇത് നിങ്ങൾ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിഷം കുടിക്കുകയാണെന്ന് കരുതുക. അത് പാവം പിടിച്ചവൻ്റെ പട്ടിണിക്കിട്ട് അവൻ്റെ വേർപ്പിൻ്റെ കാശാണ് ഈ ആഭാസത്തരം ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. വെറും കൊള്ളയടിക്കാനും കമ്മീഷൻ അടിക്കാനും വേണ്ടി മാത്രം കാട്ടിക്കൂട്ടുന്ന ഒരു സംവിധാനമാണ്. ആരൊക്കെ പണ്ട് ഉമ്മൻചാണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൊണ്ടുവന്ന ആ തുറമുഖം, ആ പേരാണ് ഇപ്പം ഞകളിച്ച് അഹങ്കരിച്ച് കിടക്കുന്നത്. ഉളുപ്പില്ലാത്തതിൻ്റെ ഒരൊറ്റ കാരണമാണ് അന്ന് ഉമ്മൻചാണ്ടി കൊള്ള കിടന്നു, അത് കിടന്ന് അഹങ്കരിച്ച് അവർക്ക് എഗൻസ്റ്റായിട്ട് സമരവും നടത്തി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി. ആ നാണം കെട്ടവരാണ് ഇന്ന് മന്ത്രിസഭയിരുന്ന് ഇവരുടെ എന്തോ പ്രോജക്റ്റായിട്ട് അത് കാണിക്കുന്നത്. അതും തീർന്നില്ല. ഒരു വ്യഭിചാരം, ഒരു ഇൻ്റർനാഷണൽ പ്രാസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു സ്ത്രീ ഉപയോഗിച്ച് ഒരു തന്തയുടെ പ്രായമുള്ള ഒരു മനുഷ്യനെ അയാൾ വ്യഭിചരിച്ചെന്നുള്ള കിംവദാന്തി ഉണ്ടാക്കി അദ്ദേഹത്തെ ഭരണത്തിൽ നിന്നും മാറ്റി. നിങ്ങളൊക്കെ ഇതിനപ്പുറം ചെയ്യും. നിങ്ങൾക്ക് തന്നെ എല്ലാ സെറ്റപ്പും നിങ്ങളുടെ പാർട്ടിക്കുള്ളുണ്ട്. നിങ്ങൾക്ക് എത്രയോ സരിതന്മാർ ഇപ്പം നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ റെഡിയായിട്ടിരിക്കുകയാണ് ഏതിനും. ഇപ്പോൾ ഈ സരിത ഇപ്പോൾ വയസ്സായി, ഇനി അവളെ ആ സ്ത്രീ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി അടുത്ത് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് വേറെ നിങ്ങളുടെ തന്നെ ലിസ്റ്റ് കാണും. അല്ലെങ്കിൽ സരിതയ്ക്ക് അങ്ങനെയുള്ളൊരു ഗ്യാങ്ങുകൾ ഒത്തിരി ഉണ്ട്. ആ ഗ്യാങ്ങുകളുമായിട്ട് എല്ലാം നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു വണം വിടൽ കേസുമായിട്ടൊക്കെ നിങ്ങൾ നോക്കിയിരുന്നുള്ളൂ. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇനി ഏറ്റവും ഈ കൊള്ളയടിക്കാരെക്കാളും കൊള്ള അടിക്കുന്നവരെക്കാളും ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്നത് മയക്കുമരുന്ന് മാഫിയുള്ള. അവർക്ക് നല്ല കച്ചവടം ഇനി തുടങ്ങാം. ഇന്ന് മുതൽ തുടക്കം കുറിക്കുക. കാരണം ഈ മയക്കുമരുന്ന് കണ്ടുപിടിക്കാൻ മയക്കുമരുന്ന് സംഘങ്ങളെ അവരുടെ കേന്ദ്രങ്ങളിൽ പോയി കണ്ടെത്താനുള്ള പോലീസുകാർ ഇപ്പോൾ ഇനി ഉണ്ടാവില്ല. ആ പോലീസുകാരെ എല്ലാം നേരെ ഈ ആഘോഷങ്ങൾക്കായിട്ട് അങ്ങ് നിയോഗിക്കും. അവിടെ കറുത്ത തുണി വീശുന്നവരെ തടയാനും അവരെ ജയിലിലടയ്ക്കാനും പിന്നെ വേറെ പിന്നെ ഈ പരിവാരങ്ങൾ പോകുമ്പോൾ അവർക്ക് പ്രൊട്ടക്ഷനുള്ള ഫോഴ്സിനെല്ലാം അതിനുവേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ മയക്കുമരുന്നുകാർക്ക് ഫ്രീ ആയിട്ട് അവരുടെ കച്ചവടം ചെയ്യാം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രീ പ്ലാനാണ് 100%. കാരണം അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവർക്ക് ഒരു മാസം കൊണ്ട് കോടാനുകോടികൾ അവർക്ക് ഇനി ബിസിനസ്സിൽ കൂടി അനായാസം അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവരെ കണ്ടുപിടിക്കാനും ഇവരെ ഫോളോ അപ്പ് ചെയ്യാനുള്ള പോലീസ് സേന ഇല്ല. ആ സേനയെല്ലാം ഈ വാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ
ഇതിൽ യഥാർത്ഥത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഈ മന്ത്രിസഭ തന്നെയാണ്. അവർ തന്നെയാണ് ഈ മന്ത്രിസഭ തീർന്ന് തന്നെയാണ് ഈ ലോബികളെ ഇത്തരം വളർത്തിയെടുത്തത്. നിങ്ങൾക്കറിയുമല്ലോ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിക്കാർഡ് വൈസ് ഇവരാണല്ലോ ഏറ്റവും കൂടുതൽ മദ്യപാനികളെ കൂടുതൽ സൃഷ്ടിച്ചതും ഇവർ തന്നെയാണ്. ഈ മദ്യപാനികൾ അതിനുള്ള ലേബിൾ ഇവർക്ക് കിട്ടും. അവർ ആൾറെഡി അതിൻ്റെ പട്ടം വാങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെയും ഈ മയക്കുമരുന്നിന് കുറച്ചുകൂടെയുള്ള സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ മാമാങ്കം തുടങ്ങിയത്. ഉളുപ്പെന്നുള്ളത് ഇവർക്കില്ല. എത്ര പാവപ്പെട്ടവരാണ് പെൻഷൻ കിട്ടാതെ സങ്കടപ്പെട്ട് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഈ ട്രാഫിക്കിനും മറ്റേ വെഹിക്കിളും അവിടെയൊക്കെ പറയും പിരിവ് കൂട്ടാൻ പറയും. കാരണം അവിടെ കാശ് വേണമല്ലോ. 100 കോടിയൊന്നും പോരാ, അതിന് ഇനിയും കൂടുതൽ വേണം. അപ്പോൾ അതിന് ചിലവിന് കാശ് കണ്ടെത്തണമെങ്കിൽ ഇങ്ങനെയുള്ള പട്ടിണി പാവങ്ങളെ തിരഞ്ഞു പിടിച്ച് അവൻ്റെ പോക്കറ്റിൽ അതിന് കൊള്ളയടിക്കുക. എല്ലാ ഈ മന്ത്രിസഭാ അംഗങ്ങളോടും പറയാണ്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ വലുതായിരിക്കും, വളരെ വളരെ വലുതായിരിക്കും. അത് ചരിത്രം നോക്കിയാൽ തന്നെ മതി. ഇവിടെ എന്ത് അട്ടഹാസം കാണിച്ച് ആരായിരുന്നാലും ശരി അവരാരും രക്ഷപ്പെട്ടു പോയില്ല. അവസാനം അവരുടെ ജീർണിച്ച് നാറി നരകിച്ച് അവർ അന്ത്യശ്വാസം വലിച്ചിട്ടുള്ളത് ആരായിരുന്നാലും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക, ഉചിതമല്ല. പിന്നെ ഇപ്പോഴത്തെ മന്ത്രിസഭയ്ക്ക് എന്ത് തോന്നിയാസം കാണിക്കാം, അതിനൊക്കെ ലോൺ കിട്ടും. സെൻട്രൽ ഗവൺമെൻറ് നിർമ്മലാ സീതാറാം എന്ത് ചോദിച്ചാൽ ഇപ്പോൾ കൊടുക്കുന്നൊരവസ്ഥയിലാണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരൊന്ന് ആലോചിക്കണം, വാങ്ങിക്കൊണ്ട് പോകുന്ന പൈസ ഇവരെന്തിനാണ് ചിലവഴിക്കുന്നത്. ഇപ്പോൾ ഈ 100 കോടി ചിലവഴിക്കുന്നത്, ഇപ്പോൾ ഇടയ്ക്ക് ലോൺ കുറച്ചെടുത്തല്ലോ, ഇനിയും എടുക്കണം. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് വേണ്ടി തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. പ്രായോഗികമായി ഒരു കാര്യത്തിൽ ഇവരൊന്നും ഉപയോഗിക്കുന്നില്ല. യാതൊന്നും അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതിനുള്ള പൈസയില്ല. KSRTC ഡെയിലി വരുന്ന കളക്ഷൻ വരെ ഇവർ ഉപയോഗിക്കുന്നു. പിന്നെ അവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഇവരെ സമീപിക്കുന്നു. അത് സമീപിക്കുന്നതിൽ തെറ്റില്ല, ഒരു തെറ്റുമില്ല. ഇവർ കൊടുക്കേണ്ടതാണ്. കാരണം അവർക്ക് കിട്ടുന്ന ഡെയിലി കളക്ഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗവൺമെൻറ് തന്നെയാണ്, മറ്റാരുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി പറയുന്നു, സാധിച്ചാൽ ഒരു ചായ പോലും, ഇവർ കൊടുക്കുന്ന ഒരു ചായ പോലും നിങ്ങൾ കുടിക്കരുത്. അത് പട്ടിണിപ്പാവങ്ങളെ കൊള്ളയടിച്ച ചായയാണെന്ന് കരുതുക. അതുപോലെ തന്നെ ഇന്നലെ ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടു. ഒരു പാവം പിടിച്ച ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്ന്, ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ വളരെ ശുദ്ധയാണെന്ന് ഒരു പോസ്റ്റ് ഇട്ട ഒരു PP വിദ്യ. അയ്യോ, അത് കേൾക്കേണ്ടതാണ്. എന്തൊരു അഭിനയം, എന്തൊരു സാമർത്ഥ്യം, എത്തൊരു ശാലീനത അവർ കാട്ടിക്കൂട്ടി. ആ പ്രസംഗം ഫേസ്ബുക്ക് എനിക്ക് കാണാനിടയായി. കഷ്ടമുണ്ട്. ഇവർക്കൊക്കെ ഒന്നും ഉളുപ്പെന്നുള്ള ഒന്നുമില്ല. അവരിനി തൻ്റെ ക്രിസ്തു ഉയർത്തെഴുന്നല്ല, അവർക്ക് കുറച്ച് കഴിയുമ്പോൾ അവരുടെ സത്യങ്ങൾ അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കാണ് വേറൊരിക്കൽ ഈ ദിവസങ്ങളിൽ ഒരു പോസ്റ്റ് എനിക്ക് കാണാൻ പറ്റിയ ഒരു യൂട്യൂബർ ശീതൾ. അവർക്കെന്തോ ഭീഷണികളുമായി കുറേ ആൾക്കാർ വന്നിരിക്കും. അതായത് ഏതോ ഈ മന്ത്രിയുടെ ഭാര്യയും മകളും കൂടെ അവിടെ കുറിയിട്ടപ്പോൾ അവൻ്റെ ചന്ദനക്കുറിയിട്ടത് അയച്ചു കിടന്ന ഫോട്ടോയോ കുറിയിട്ട് വന്ന് അമ്പലത്തിൽ ഇറങ്ങി വന്ന ഫോട്ടോ ഇവരെടുക്കാൻ, ഈ ശീതളെന്ന് പറഞ്ഞാൽ ആ യൂട്യൂബർ എടുത്ത് അവർ പോസ്റ്റ് ചെയ്തു. അത് അവരുടെ ചാനൽ കൂടെ അവരെല്ലാം കാണാനിടയായി. അതിന് അവർക്ക് വധഭീഷണി വരെ മുഴക്കിയിരിക്കുന്നു. ഈ മണ്ടന്മാരൊക്കെ. ഈ ശീതളെന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ ജനിച്ച ഒരു പെണ്ണ. അവളെ അങ്ങനെയൊന്നും മുമ്പാക്കി കാണിക്കുക, അവരെ അങ്ങനെയൊന്നും മുമ്പാക്കിയാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഷീസ് ഫ്രം ട്രാവൻകൂർ. കുറച്ചൊക്കെ ഉളുപ്പൊക്കെ ഉള്ള ദേശത്ത് നിന്ന് ജനിച്ചവരാണ്. ഉള്ള സത്യം അവർ പറഞ്ഞു. ഉള്ള സത്യം പറഞ്ഞാൽ അവരെ തകർത്ത് കളയും, അവരെ വധിച്ച് കളയും. ചുമ്മാ ഈ ഓലപ്പാമ്പ് കാണിച്ച് മുമ്പാക്കി കാണിക്കുന്ന സ്വഭാവം ഈ സഹാക്കന്മാർക്ക് നിർത്തി. ഈ സഹാക്കന്മാരോട് പറഞ്ഞാൽ, നിങ്ങളുടെ പൂർവ്വം ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജയിൽവാസം പോലീസിന് തല്ലുകൊണ്ടൊക്കെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത അവർ മുറി ബീഡിയും ഈ പ്ലെയിൻ ചായയും ഒരു വടയും കൊണ്ട് ജീവിച്ചവരാണ്. അങ്ങനെയുള്ളവന്മാർ ഇപ്പോഴ് ജീവിക്കുന്ന സ്റ്റൈൽ അറിയാമല്ലോ. എന്നാൽ പാവപ്പെട്ടവനും ആ പാവപ്പെട്ട തൊഴിലാളികളും ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. സമരം ചെയ്യാൻ അവർ പോകണം,
എന്തൊരു കേഡർ പാർട്ടി, എന്ത് കേഡർ പാർട്ടി, അതൊക്കെ പോയി, ആ സമയം പോയി. ഒന്ന് മനസ്സിലാക്കിയുള്ളൂ, ഈ 100 കോടി ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ അവസാനത്തെ അത്താഴമാണ് ഉണ്ടാകുന്ന വെച്ചാൽ ഈ സദ്യയൊക്കെ വിളമ്പുമ്പോൾ ഒന്ന് വിചാരിക്കുക, ഇതെല്ലാം അവസാനത്തെ അത്താഴമാണ്. ഈ അത്താഴത്തിരിക്കുന്നതിന് പണ്ടത് ക്രിസ്തുവിനെ യൂദാസ് കൂട്ടിക്കൊടുത്തതുപോലെ കുറേ യൂദാസന്മാർ നിങ്ങളുടെ ഇടയിലുണ്ട്. അത് കൂട്ടിക്കൊടുങ്ങി എല്ലാത്തിനും കൊണ്ട് നശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ അവസാനം അത് തന്നെ ആയിരിക്കും, അതിന് യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ടുണ്ട്. നിങ്ങൾ എന്ത് പോക്കൃത്തരം കാണിച്ചാലും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ചന്ദ്രശേഖരനോട്, നമ്മുടെ BJP പ്രസിഡന്റിനോട് പറഞ്ഞ, നിങ്ങൾ വിചാരിക്കുന്നതല്ല കേരളം. നിങ്ങളിപ്പോൾ നല്ലതാണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ എന്ന് നിങ്ങൾ നേരിട്ട് കോൺഗ്രസിനെ എതിർക്കുന്നു, അതാണ് അതല്ലേ. കോൺഗ്രസിനെ എതിർക്കാൻ വേണ്ടി ഈ ഇപ്പോൾ ഉള്ള മന്ത്രിസഭ കൂട്ടുപിടിക്കാനുള്ള ഇത് ബാലിശ്യമാണ്. അതുകൊണ്ട് ഒരു ഗുണമില്ല. അവിടെ നിങ്ങൾക്കൊരു വോട്ട് പോലും കിട്ടത്തില്ല. മറിച്ച് നിങ്ങൾ തൻ്റെ ഇടമായിട്ട് നിങ്ങൾ നേരിട്ട് അങ്ങ് ഇറങ്ങുക. നിങ്ങൾ കോൺഗ്രസുമായിട്ട് ഈ കോൺഗ്രസിനെ തകർക്കാൻ നിങ്ങൾ ഈ പാർട്ടിയൊക്കെ വേറെ ആരെങ്കിലും ഇങ്ങോട്ട് ചെയ്യൂ. അത് അമിത്ഷായ്ക്കും മോദിക്കും പറ്റിയ വലിയൊരു അബദ്ധമായിപ്പോയി. പിന്നെ സുരേഷ് ഗോപി ജയിച്ചു, അത് വേറൊന്നും കൊണ്ടല്ല, അത് അങ്ങയുടെ പേഴ്സണാലിറ്റി ഒരു നടന്നുള്ള രീതിയിൽ ജയിച്ചു പോകുന്നു. പിന്നെ ക്രിസ്ത്യാനികളെല്ലാം നിങ്ങൾ സൈഡിൽ നിന്ന് കിട്ടി, ആ കുറച്ച് തിരുമേനിമാരും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറയുന്നില്ല, അവർക്കെല്ലാം ഇപ്പം മനസ്സിലായി ഹൂ ഈസ് ഹൂ എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായി. അതുകൊണ്ട് ഒന്ന് ഈ മന്ത്രിസഭ അംഗങ്ങളോടൊന്ന് പറയുകയാണ്, ഈ ദൂർത്തടി ഒന്ന് നിർത്തുക, പാവം പിടിച്ചവനെ കൊള്ളയടിക്കാതിരിക്കുക. നിങ്ങൾ ഇനി പറയും, ഇനി വേണമെങ്കിൽ നിങ്ങൾ വീണ്ടും പറയും, എന്താ ഈ പോലീസുകാരോടും മറ്റേ വെഹിക്കിളിനോടൊക്കെ പറയും പിരിവത്തിരി കൂട്ടാൻ, കാരണം 100 കോടി പോരാ, അതിന് ഇനിയും വേണം. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടകരമായ ധനമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ തൊലിക്ക് ഇച്ചിരി കട്ടി കൂടുതലാണ്. ഒരു വാക്ക്, ഈ ധനസ്ഥിതി ഇങ്ങനെയാണ്, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് ഒരു വാക്ക് അതിന് തൻ്റെ ഇടമല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ സാധിച്ചാൽ ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയുടെ ഒറിജിനൽ ഫോട്ടോ, അയാൾ പണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന ഫോട്ടോ അല്ല കൊടുക്കേണ്ടത്, ഇന്നത്തെ ഫോട്ടോ കൊടുക്കണം. ഇന്ന് അങ്ങനെ കൊണ്ട് ചിരിപ്പിക്കുന്ന ഫോട്ടോ കൊടുക്കണം. അതാണ് തൻ്റെ ഇടമെന്ന് പറയുന്നത്. ഇതില്ല, ഇതങ്ങാണ്ട് ബർണം കോളേജിൽ പഠിച്ച അന്നത്തെ സമയത്തൊരു ഫോട്ടോ കൊടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല. സോ എനിക്ക് എല്ലാ സ്നേഹമുള്ള ആൾക്കാരോടും പറയേണ്ടത്, സാധിച്ചാൽ അവരുടെ ആ ഹോർഡിങ് വെച്ചിരിക്കുന്ന ആ വഴിയെ പോകാതിരിക്കുക, വഴി മാറിപ്പോവുക. അതിൽ ചില ഫോട്ടോകൾ കാണും, ആ രൂപങ്ങളെ കാണാതിരിക്കുക. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അന്നത്തെ ആഴ്ച പോക്കാം. സോ അത് ശ്രദ്ധിക്കുക. പോലീസുകാരോട് ചോദിക്കുക, ഈ ഏരിയയിലെങ്ങാനും വാർഷികത്തിൻ്റെ ഹോർഡിങ്സ് ഉണ്ടോ, പരസ്യബോർഡുണ്ടോ എന്ന് നോക്കുക. അത് അവിടെ ഉണ്ടെങ്കിൽ വഴി ഒന്ന് ഡീവിയേഷൻ എടുത്തങ്ങ് പോവുക, നന്നായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ അന്നത്തെ ദിവസം പോക്കാണ്, ആ മുഖം കാണാതിരിക്കുക അതിലേക്കുള്ള. സോ എന്താ പറയുക, അതുകൊണ്ട് നിങ്ങളിനിപ്പോൾ ഈ ഭീഷണിക്കത്തും ഇതുമായിട്ടൊക്കെ നടക്കാനേ പറ്റത്തുള്ളൂ. ആര് നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരെ ഒതുക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. എന്നിരുന്നാലും പാവം പിടിച്ച ആ ഒരു സ്ത്രീ ശീതളിനോട് ഈ ഭീഷണിയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നിർത്തുക, വേണ്ട തൽക്കാലം. ഈ സോഷ്യൽ മീഡിയ എല്ലാവരും അവരെന്തെങ്കിലുമൊക്കെ ന്യൂസ് കിട്ടുമ്പോൾ അവരിപ്പോൾ ഇവരെ അവിടെ ഈ എന്താ പറയുക, രാജകുമാരിയും മറ്റേ അവരും ഒക്കെ അവിടെ കോവലിലൊക്കെ പോകുന്ന ആരും പറഞ്ഞില്ല. ബൈ ചാൻസ് ആ ഒരു ശീതൾ അവരവിടെ ഉണ്ടായിരുന്നു, അവർ ആ ഫോട്ടോ എടുത്തു. അതിൽ അവർ ഡൂപ്പൊന്നുമില്ല, ഒറിജിനലായിട്ടുള്ള കാണിച്ചപ്പോൾ ഒളിച്ച് ദൈവത്തിനെ കുമ്പിടാം, പരസ്യത്തിൽ ദൈവമില്ല, ഇരട്ടത്തപ്പ്. ഇതിനൊന്ന് നിർത്തുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി. എല്ലാവർക്കും നല്ലത് വരുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ഇവരുടെ അവസാനത്തെ ദിവസം, അതായത് ഈ ആളിക്കത്ത് അവസാനം, ആളിക്കത്ത് ഏത് ദീപത്തിൻ്റെ അവസാനം ആളിക്കത്തുന്നത് തീരാനാണ്. ഇന്നത്തെ തുടക്കം അതാണെന്ന് കരുതിക്കോളൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോ. താങ്ക് യു.